തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ പോലീസുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ADMന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ചർച്ച. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. ചരിത്ര ഗവേഷണം, ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ നെൽകൃഷി കരിഞ്ഞുണങ്ങിയത് മുഞ്ഞബാധ മൂലമാണെന്ന് കൃഷിവകുപ്പ്. കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ചില കർഷകർ വീഴ്ച വരുത്തിയതായി കൃഷി ഓഫീസർ. അടാട്ട് അമ്പലംകാവ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പിൻവശത്തുള്ള മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് ബസ് ഉടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഊരകം, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ നിലവിൽ റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ഈ മേഖലകളിൽ ബസ്സുകൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. വെള്ളാങ്കല്ലൂർ മേഖലയിലും ഗതാഗത നിയന്ത്രണമുണ്ട്. സമരം ആരംഭിച്ചതോടെ യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ്. പണിമുടക്ക് ഒത്തുതീർപ്പാക്കാൻ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി, ബസ് ഉടമ തൊഴിലാളി സംയുക്ത സംഘടനകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ADMന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ചയും ചർച്ച നടക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് KSRTC 12 അധിക സർവീസുകൾ നടത്തി. KSRTC ഇരിഞ്ഞാലക്കുട ഡിപ്പോയിൽ നിന്ന് 4, കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്ന് 4, തൃശൂരിൽ നിന്നും 4 അടക്കം 12 സ്പെഷ്യൽ സർവീസുകളാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഏങ്ങണ്ടിയൂർ സ്വദേശിയാണ്. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആർക്കിയോളജി സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്, ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റീജിയണൽ റെക്കോർഡ്സ് കമ്മിറ്റി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാചീന കേരളത്തിന്റെ വൈദേശിക ബന്ധത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പും ലഭിച്ചിട്ടുണ്ട്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിൽ മുഞ്ഞ ബാധിച്ചതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കൃഷിവകുപ്പ്. കൃഷിഭവൻ കീടബാധ കർഷകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ എത്തി ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിർദ്ദേശിച്ചിരുന്നു. പാടത്ത് ജീവനക്കാർ നടത്തിയ പ്രതിരോധ നിർദ്ദേശങ്ങളും നടപടികളും അതത് ദിവസങ്ങളിൽ തന്നെ കൃഷിവകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ തുടർച്ചയായി പാലിക്കുന്നതിലും കൃഷിക്ക് മുൻപ് മണ്ണ് പരിശോധന നടത്തുന്നതിലും ചില കർഷകർ വിമുഖത കാണിച്ചത് രോഗപ്രതിരോധത്തിന് തടസ്സമായിട്ടുണ്ടാകാം എന്നാണ് അധികൃതർ പറയുന്നത്. അശാസ്ത്രീയമായ ഞാറുനടലും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് ആക്കം കൂട്ടിയത്. നേരിട്ട് പരാതിപ്പെട്ട 5 കർഷകർക്ക് ആവശ്യമായ പ്രതിരോധ നടപടികൾ നിർദ്ദേശിക്കുകയും ഇവർ നടപടികൾ പാലിക്കുകയും ചെയ്തു. ഈ കർഷകരുടെ നെൽകൃഷിക്ക് കേടുബാധ ഇല്ലേ എന്ന് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൃഷി ഓഫീസർ NI റോഷ്നി അറിയിച്ചു. കൃഷിഭവൻ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിക്കാതെ കൃഷി നശിച്ചതിന് ശേഷം കുറ്റം ഉദ്യോഗസ്ഥരുടെ മേൽ ആരോപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. അടാട്ട് അമ്പലംകാവ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പിൻവശത്തുള്ള മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി നജീബാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബാനു എന്നയാൾക്ക് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ അജിത കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് ഡിവിഷൻ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണ പ്രവർത്തനം തടഞ്ഞവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ്, നാട്ടുകാരായ G ഹരിദാസ്, അനൂപ് സെബാസ്റ്റ്യൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കരാറുകാർ JCB ഉപയോഗിച്ച് ഗ്രൗണ്ടിനുള്ളിലെ മേൽമണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത് നിലവിലെ പ്രവർത്തനം മേഖലയിലെ വെള്ളക്കെട്ടിന് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞത്. ഇതോടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സംഭവം അറിഞ്ഞ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ എന്നിവർ സ്ഥലത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനം തുടരുവാൻ കരാറുകാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ കൌൺസിലറും നഗരസഭാ ചെയർമാനും തമ്മിൽ വാക്കുതർക്കം നടന്നു. വടക്കാഞ്ചേരി SI TC അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പിരിഞ്ഞു പോകാതിരുന്നതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.
എടക്കഴിയൂരിൽ കട കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. എടക്കഴിയൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തുള്ള മഞ്ചരമ്പത്ത് ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലാണ് മോഷണശ്രമം നടന്നത്. കടയുടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന അയ്യത്തയിൽ റഷീദിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററി മോഷണം പോവുകയും ചെയ്തു. സംഭവസ്ഥലത്തുള്ള ട്യൂഷൻ സെന്ററിലെ ബോർഡും നശിപ്പിച്ചതായി കണ്ടെത്തി. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ പൂക്കടയിൽ നിന്നും പണം കവർന്നു. ഉഴുവത്തുകടവ് തരുപീടികയിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള KK ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കടയിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് താഴു തുറന്നാണ് പണം കവർന്നത്. പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപ നഷ്ടപ്പെട്ടതായി നൌഷാദ് പറഞ്ഞു. എൻ്റെ താക്കോല് നോക്കിയപ്പോൾ താക്കോല് കാണുന്നില്ല. അപ്പോഴൊരു വണ്ടിമ താക്കോല് ഓപ്പണായിരിക്കുന്നു. അങ്ങനെ ഞാൻ കട തുറന്ന് നോക്കിയപ്പോൾ പെട്ടിയിൽ പൈസ ഒന്നുമില്ല. പെട്ടിയൊക്കെ പൈസ ഫുള്ളെടുത്തിട്ട് താഴെ ഇട്ടേക്കണം. ഒരു 1000 രൂപ മേലെ ചില്ലറയും നോട്ട് കൊണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ ഒക്കെ ലോക്ക് ചെയ്ത് കറക്റ്റ് പോയിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ യൂണിയൻ ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടുണ്ട്. അവരിങ്ങോട്ട് കയറിയേക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി പലപ്പോഴായി 30 പവൻ ആഭരണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിലായി. പുത്തൻചിറ കോളനിപ്പറമ്പിൽ നീരജിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജ് വിദ്യാർത്ഥിയായ നീരജ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം നഗ്നദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പലതവണയായി 30 പവന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തു. തുടർന്നും ആഭരണം ലഭിക്കാതെ വന്നതോടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അധ്യാപകരോട് സംഭവം പറഞ്ഞപ്പോഴാണ് വീട്ടുകാരെ അറിയിച്ച് മാള പോലീസിൽ പരാതി നൽകിയത്. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനി കനോലി കനാൽ നികത്തുന്നതായി പരാതി. കടപ്പുറം പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന നാട്ടുകാരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. മാസങ്ങൾക്ക് മുൻപേ വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി കനാലിന്റെ നടുവിൽ ഓവ് സ്ഥാപിക്കുന്നതിനായി ഏതാനും ഭാഗം മണ്ണിട്ട് മൂടിയിരുന്നു. ഇതേ തുടർന്ന് പരിസരത്തുള്ള വീടുകളിലെ കിണറുകൾ വറ്റുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം കനാലിന്റെ വീതി കുറയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മണ്ണിട്ട് തൂർത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലെ മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം വെള്ളം കയറും, വീടുകളിലും വെള്ളം കയറും. ഈ ഒരു പ്ലാസ്റ്റിക്കും കോൺക്രീറ്റിൻ്റെ സ്ലാബ് അടക്കം കൊണ്ടുവന്നിട്ടാണ് ഈ പുഴയിൽ തൂർത്തിട്ടുള്ളത്. ഈ പുഴ തൂർത്ത് ഇവർ ഓവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ ഏരിയ ഫുള്ളായിട്ട് വെള്ളപ്പൊക്കമായിരിക്കും. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സ്ലാബുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഉപയോഗിച്ച് കനാൽ നികത്തുന്നതായി കണ്ടെത്തിയത്. മഴക്കാലത്ത് കിണറുകളിൽ ഉപ്പുവെള്ളം കയറുകയും പരിസരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ഉണ്ടാകുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അസുഖബാധിതനായതിനെ തുടർന്ന് വിരമിച്ച ചെത്തുതൊഴിലാളിക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. കുന്നംകുളം റേഞ്ചിൽ 24 വർഷം ചെത്തുതൊഴിലാളിയായിരുന്ന കണ്ടാണശ്ശേരി കാവീട്ടിൽ KM സുരേഷ് കുമാറാണ് പെൻഷൻ ലഭിക്കാതെ വലയുന്നത്. പെൻഷൻ ലഭിക്കണമെങ്കിൽ 60 വയസ്സ് കഴിയണം എന്ന സർക്കാരിന്റെ നയമാണ് സുരേഷ് കുമാറിന് പ്രതിസന്ധിയായത്. ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. തൊഴിലാളിക്ക് ശാരീരിക അവശത മൂലം വിരമിക്കേണ്ടി വന്നാൽ മെഡിക്കൽ ബോർഡിന്റെ രേഖകൾ ഹാജരാക്കിയാൽ പെൻഷൻ നൽകാറുണ്ട്. എന്നാൽ മെഡിക്കൽ ബോർഡിന്റെ രേഖകൾ അടക്കം അപേക്ഷ നൽകിയിട്ടും സർക്കാർ അംഗീകാരം ലഭിച്ചാലേ പെൻഷൻ നൽകാൻ കഴിയൂ എന്നാണ് ജില്ലാ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. എന്നിട്ട് അവർ പെൻഷന് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പെൻഷൻ്റെ അർഹതയുണ്ട് എന്ന് പറഞ്ഞ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവരിപ്പോൾ ആൾക്കാരിട്ട് ചിറ്റിക്കുകയാണ്. 1.5 ഗവൺമെൻറ് അംഗീകരിക്കണ മുറക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മുട്ടാത്ത വാദികളില്ല. മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി, ബോർഡ് ചെയർമാൻ എല്ലാവർക്കും അയച്ചു. എന്നിട്ടും ഒരു പരിഹാരം. അവസാനം മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡർ ഇട്ടു ഇയാൾക്ക് പെൻഷൻ അർഹതയുണ്ട്, പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ബോർഡ് എന്നെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കുമ്പോൾ പറയണത് എന്താ വെച്ചാൽ ബോർഡ് മീറ്റിങ്ങിൽ വെച്ചിട്ടുണ്ട്, അത് 2 ആഴ്ച കഴിയും ഇങ്ങോട്ട് വരാൻ, എന്നിട്ട് ഞങ്ങൾ അറിയിക്കും എന്നൊക്കെ പറയണത്. കമ്മീഷൻ്റെ ഓർഡറിനും ഒരു വില കൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ. ഇതിപ്പോൾ എന്തെങ്കിലും മരുന്ന് മേടിക്കണമെങ്കിൽ സന്ധിവാതത്തിൻ്റെ അസുഖമാണ്. മരുന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം 10,000 രൂപ 2,500 രൂപ മരുന്ന് തന്നെ വേണം, ആയുർവേദമായാലും എന്തായാലും. അതിനുള്ളൊരു മാർഗ്ഗം അവർ ചെയ്യാണ്ട് 21 കൊല്ലം 5 മാസം 17 ദിവസം ഞാൻ അംഗീകൃതമായി ജോലി ചെയ്തുള്ള ആളാണ്. 24 കൊല്ലം, പിന്നെ 1.5 കൊല്ലം കൂലിക്ക് എത്തിയിട്ടുണ്ട്. 24 കൊല്ലം 34 ദിവസമാണ് ശരിക്കുള്ളത്. ലീവൊക്കെ മരുന്നിന് മാത്രം മാസം തോറും 2,500 രൂപ വേണ്ടിവരും. ഇതിന് പുറമെ വീട്ടുചെലവിനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് സുരേഷ് കുമാർ. കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പലും ചിത്രകാരിയുമായ ഡോക്ടർ K കൃഷ്ണകുമാരിയുടെ ചിത്രപ്രദർശനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ലൈഫ് ഇൻ ഡോട്ട്സ് ആൻഡ് ലയൻസ് എന്ന പേരിൽ നഗരസഭാ ലൈബ്രറി ഹാളിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു.
ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്ര മുൻ പ്രിൻസിപ്പാൾ KU കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ VR രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ഗോത്രജീവിതം, നാട്ടുജീവിതം, നാഗരിക സംസ്കൃതി എന്നിവയെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. വെങ്കിടങ്ങ് ഇടിയഞ്ചിറ സൗഹൃദ കൂട്ടായ്മയുടെ മൂന്നാമത് ജലോത്സവത്തിൽ പാടൂർ യുവജന കലാസമിതിയുടെ ആറുമുഖൻ ജേതാവായി. മുപ്പട്ടിത്തറ ജലസംഘം മേഘനയുടെ പൊന്നനത്തമ്മ 2ാം സ്ഥാനവും BCN നടുവിൽക്കരയുടെ ഗണേഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏറ്റവും നല്ല അമരക്കാരനായി PR മനോജ്, നല്ല അണിയക്കാരനായി PV വിനയനെയും അച്ചടക്കമുള്ള ടീമായി നടുവിൽക്കര ശ്രീ ഗണേഷിനെയും തെരഞ്ഞെടുത്തു. ഇടിയഞ്ചിറ KLDC കനാലിൽ നടന്ന ജലോത്സവത്തിൽ 9 C ഗ്രേഡ് വള്ളങ്ങളാണ് പങ്കെടുത്തത്. ജലോത്സവം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. പാവർ TSI വൈശാഖ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു. നെഹ്റു ട്രോഫിയിൽ ഞങ്ങൾ 7 പേരൊക്കെയാ കമന്റേറ്റർമാര്. ഇതാ നമ്മുടെ ഭരതാ ഗ്രൂപ്പ് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വളരെ കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ കാനയിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നുവെന്ന് പരാതി. ദുർഗന്ധം മൂലം പരിസരത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു എന്നിവർ നടത്തിയ പരിശോധനയിൽ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് ടാങ്കിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് പാടത്തേക്ക് വെള്ളം ഒഴുകിയത് കണ്ടെത്തുകയും ഇതിൽ നിന്നുമാണ് ദുർഗന്ധം പരക്കുന്നത് എന്നും കണ്ടെത്തി. ഓഡിറ്റോറിയത്തിന്റെ ഉടമയിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ശാസ്ത്രീയമായ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനെ നിർദ്ദേശിക്കുമെന്നും അധികൃതർ പറഞ്ഞു. വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടിയിൽ ഉത്സവം നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുണ്ടകൻ കൃഷി ചെയ്ത കർഷകർക്ക് പണം നൽകാൻ വൈകിയ ബാങ്കിന്റെ നടപടി ശരിയല്ലെന്ന് MLA പറഞ്ഞു. പാടശേഖരത്തിലെ 40 ഏക്കറോളം സ്ഥലത്ത് ആധുനിക മെഷീൻ ട്രേ ഉപയോഗിച്ചാണ് ഞാറ്റടി തയ്യാറാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, പാടശേഖര സമിതി പ്രസിഡന്റ് PC രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫുഡ് പ്രോഡക്ട്സ് അതിൻ്റെ ഭാഗമാണ്. കൃഷിക്കാരെ കുറെ കൂടി സഹായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രായോഗികമായി വരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നം ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വന്ന മഴ, 1 മിനിറ്റിൽ പെയ്യുന്ന മഴ 1 ദിവസം പെയ്യണ മഴയപ്പോൾ പെട്ടെന്ന് പെയ്യും, അത്ര വെള്ളം വേണം, വെള്ളം കയറുകയും ചെയ്യും. SC/ST വിഭാഗങ്ങളുടെ ഗ്രാന്റ് വരുമാന പരിധി 2.5 ലക്ഷമാക്കിയ കേന്ദ്ര സർക്കാർ നിയമം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന് മുൻ MLA VT ബൽറാം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് വരുമാന പരിധി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ഭാരതീയ പട്ടികജന സമാജം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യൻകാവ് മൈതാനത്തു നിന്നും ആരംഭിച്ച മാർച്ച് സമാജം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുമ്പളനാട് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി കുട്ടംകുളം പരിസരത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. സമാജം സംസ്ഥാന പ്രസിഡന്റ് PK ബാബു അധ്യക്ഷത വഹിച്ചു. സജീവൻ പിണർമുണ്ട, PK അജിത് കുമാർ, കുഞ്ഞമ്പു കല്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തട്ടിക്കളിക്കുന്ന ഈ നെറികെട്ട സമീപനത്തിനെതിരെ, ഈ ക്രൂരതയ്ക്കെതിരെയാണ് നിങ്ങൾ ഈ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോൾ ആളുകളും നിങ്ങൾക്കൊപ്പം ഐക്യദാർഢ്യമായി ഇവിടെ കടന്നു വരുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായുള്ള ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, ഗീതാ ജയൻ, സീബ ശ്രീധരൻ, വയോജന ക്ലബ്ബ് സെക്രട്ടറി AK രാജൻ, ഭിന്നശേഷി സംഘടനാ പ്രതിനിധികളായ KK സന്തോഷ്, TV സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തനത് പദ്ധതിയായ ചാരയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിലും മതിലകത്തും BRCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററുകളിലെ കുട്ടികൾക്കായി വിനോദയാത്രയും വിരുന്നും ഒരുക്കി. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പദ്ധതി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ് അധ്യക്ഷത വഹിച്ചു. NSS തൃശൂർ ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, പഞ്ചായത്ത് അംഗം ജിബിമോൾ, BPCമാരായ മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു.
പടിയം സ്പോർട്സ് അക്കാദമി ഫുട്ബോൾ ടർഫിൽ PSA സംഘടിപ്പിച്ച കൈകുട്ടിക്കളി മത്സരത്തിൽ വാസുകി മുറ്റിച്ചൂർ 1ാം സ്ഥാനവും പദധ്വനി അയ്യപ്പൻകാവ് 2ാം സ്ഥാനവും നേടി. മത്സരം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. PSA പ്രസിഡന്റ് സുധീഷ് K. സുകുമാരൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സരിത സുരേഷ്, പ്രോഗ്രാം കൺവീനർ അജയൻ കൊച്ചത്ത്, ഷിബു പൈനൂർ എന്നിവർ സംസാരിച്ചു. ദേവഹിതം ദേവിമുഖം തെളിയും വെഞ്ചന്ദ്രൻ പോൽ ആതിരയാനും സരസ്വതി മധു റസൂൽ റേഞ്ച് കോൺഫറൻസ് ഞായറാഴ്ച നടക്കും. കാട്ടിക്കരക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുനീർ ഹുദവി വിളയിൽ പ്രഭാഷണം നടത്തുമെന്ന് റേഞ്ച് സെക്രട്ടറി അഷ്കർ അലി ബദരി, ട്രഷറർ സ്വാലിഹ് മരേക്കാട്, IT കോർഡിനേറ്റർ നജീബ് ഹിഷാമി, മജീദ് കാരൂർ, ആഷീർ കാട്ടിക്കരക്കുന്ന് എന്നിവർ അറിയിച്ചു. വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് ഓൾ ഇന്ത്യ കിസാൻ സഭ പാർലമെന്റ് ധർണയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ AS കുട്ടി, വൈസ് ക്യാപ്റ്റൻ PR വർഗീസ്, മാനേജർ TA രാമകൃഷ്ണൻ, ജാഥ അംഗങ്ങളായ MM അവറാച്ചൻ, KV സജു തുടങ്ങിയവർ സംസാരിച്ചു. കേരളീയ ചുമർചിത്ര ശൈലിയിൽ വരച്ച ഭൂലോക വൈകുണ്ഠം ശ്രദ്ധ നേടുന്നു. അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് ബ്രഹ്മ മഹേശ്വര സാന്നിധ്യത്തിൽ ചിത്ര സാക്ഷാത്കാരം നൽകിയത്. അഷ്ടായുധം ധരിച്ച ദേവന്മാർ, ഗരുഡൻ, ബ്രഹ്മാവ്, ശിവലിംഗം, നാരദൻ, ശ്രീകൃഷ്ണൻ, അശ്വിനി ദേവകൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി 42ഓളം ദേവരൂപങ്ങൾ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. 1.5 മാസം സമയമെടുത്താണ് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M. നളിൻ ബാബുവും ശിഷ്യൻ ജയൻ അക്കിക്കാവും ചേർന്ന് ചിത്രം വരച്ചത്. 8 അടി നീളത്തിലും 5 അടി ഉയരത്തിലും വരുന്ന ചിത്രം ക്യാൻവാസിൽ അക്രിലിക് വർണ്ണങ്ങളിൽ വരച്ചാണ് പൂർത്തിയാക്കിയത്. മഹാവിഷ്ണുവിന്റെ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നൊരു ചിത്രമാണത്. ഇതില് നമ്മൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ മുഴുവനായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് പടിഞ്ഞാറേ ഭാഗത്ത് അനന്തശയനം കൃഷ്ണ ശില്പമുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുറകു സൈഡിലും ഇതുപോലെ തന്നെ വലിയൊരു അനന്തശയനത്തിന്റെ ചിത്രമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത് ഗുരുവായൂരിന് അടുത്തിടെ കിട്ടിയ ഒരു നാമധേയമാണ് ഭൂലോക വൈകുണ്ഠം എന്നുള്ളത്. മഹാവിഷ്ണു എല്ലാ ദേവീദേവന്മാരോടും കൂടി അനന്തന്റെ മേലെ കിടക്കുന്ന ചിത്രമാണ് ശരിക്കത്. MDMA-യുമായി യുവാവിനെ ചേർപ്പ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാറളം കോടന്നൂർ ചിറ സ്വദേശി പാഴൂര് വീട്ടിൽ ഷാബിനെയാണ് ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6885 രൂപ, പവന് 55,080 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് ശനിയാഴ്ചയും തുടരും. സമരം ഒത്തുതീർപ്പാക്കാൻ പോലീസുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ADM-ന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ചർച്ച. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. ചരിത്ര ഗവേഷണം, ബാലസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിലായി 60-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ നെൽകൃഷി കരിഞ്ഞുണങ്ങിയത് മുഞ്ഞബാധ മൂലമാണെന്ന് കൃഷിവകുപ്പ്. കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ചില കർഷകർ വീഴ്ച വരുത്തിയതായി കൃഷി ഓഫീസർ.
അടാട്ട് അമ്പലം കാവ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പിൻവശത്തുള്ള മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. ഒരാൾക്ക് പരിക്ക്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.